കരിസ്മാറ്റിക് നവീകരണ രംഗത്ത് ഐക്യത്തിന്റെയും അഭിഷേകത്തിന്റെയും പുത്തൻ പ്രതീക്ഷകൾ സമ്മാനിച്ച് അഭിഷേകാഗ്നി ലീഡേഴ്സ് കോൺഫറൻസിന് സമാപനമായി. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടന്ന ലീഡേഴ്സ് കോൺഫറൻസിൽ 1400 പേർ പങ്കെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും സുവിശേഷ പ്രഘോഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ലീഡേഴ്സും ശുശ്രൂഷകരുമാണ് കോൺഫറൻസിൽ പങ്കെടുത്തത്. നവീകരണ രംഗത്ത് തുടർന്ന് പ്രവർത്തിക്കാൻ കോൺഫറൻസിലൂടെ ഒരു പുത്തൻ ഉണർവ് ലഭിച്ചുവെന്ന് കോൺഫറൻസിന്റെ ജനറൽ കോർഡിനേറ്റർ റെജി അറക്കൽ പറഞ്ഞു. ഒരു പുതിയ മുന്നേറ്റത്തിന് നാന്ദി കുറിക്കാൻ വേണ്ടിയിട്ടാണ് സഭയിലെ വിവിധ രംഗങ്ങളിൽ, വിവിധ ധ്യാനകേന്ദ്രങ്ങളിൽ, വിവിധ മിനിസ്ട്രികളിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സഹോദരങ്ങളെല്ലാവരെയും ഒരേ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടി ഇന്ന് ഈ ശുശ്രൂഷകളെല്ലാം പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, വരും നാളുകളിൽ പരിശുദ്ധാത്മാവ് ശക്തമായി സഭയിൽ പ്രവർത്തിക്കും, ശക്തമായൊരു മുന്നേറ്റം ഉണ്ടാവും. ഇത് അതിനെല്ലാമുള്ള ഒരു തുടക്കമായിട്ട് കാണാം. ബിഷപ്പുമാരായ മാർ റാഫേൽ തട്ടിൽ, റവറൻഡ് ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസ്, മാർ ജേക്കബ് മനത്തോടത്ത് എന്നിവരും പ്രമുഖ വചനപ്രഘോഷകരായ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ, ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ, ഫാദർ ബിനോയ് കരിമരുന്തിങ്കൽ, സന്തോഷ് ടി, സാബു കാസർഗോഡ്, സന്തോഷ് കരുമത്ര തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. സഭ നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഭിഷേകാഗ്നി ലീഡേഴ്സ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. ഈ വർഷത്തെ ബന്തക്കുസ്ത തിരുനാളിനായി വിപുലമായ ഒരുക്കങ്ങളാണ് കോൺഫറൻസിൽ പങ്കെടുത്തവർ വരും നാളുകളിൽ നടത്തുക. മെയ് 31 മുതൽ ജൂൺ 9 വരെ പ്രാർത്ഥനയുടെയും പരിത്യാഗ പ്രവർത്തികളുടെയും നാളുകളാക്കി മാറ്റി ബന്തക്കുസ്ത അനുഭവത്തിനായി കാത്തിരിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അഭിഷേകാഗ്നി ലീഡേഴ്സ് കോൺഫറൻസിന് സമാപനമായത്. ഷെഖേന ന്യൂസ് ബ്യൂറോ, പാലക്കാട്.